ഒരു പഞ്ചായത്തിലെ വാർഡിലേക്ക് ഒരു മുന്നണിയിൽ നിന്ന് 9 സ്ഥാനാർത്ഥികൾ. മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്ങളിലാണ് UDFിലെ ഈ വിമത പ്രതിസന്ധി. ഔദ്യോഗിക സ്ഥാനാർത്ഥി ആര് എന്നതിൽ അവസാന മണിക്കൂറിലും വ്യക്തത വന്നിട്ടില്ല. കൂട്ടാലുങ്ങളിൽ മാത്രമല്ല, വടക്കൻ ജില്ലകളിൽ പലയിടത്തും വിമതരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് മുന്നണികൾ. കോഴിക്കോട് കുന്നമംഗലത്തും ഫറോക്ക് നഗരസഭയിലുമാണ് UDFിന് വിമത ഭീഷണി. കുന്നമംഗലത്തെ പ്രതിസന്ധി പരിഹരിച്ചെന്നാണ് പാർട്ടി അവകാശവാദം. ഫറോക്ക് മുനിസിപ്പാലിറ്റി 12ാം ഡിവിഷനിലേക്ക് കോൺഗ്രസ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. നാദാപുരം 1ാം വാർഡിലെ CPI-CPIM തർക്കം പരിഹരിച്ചു. CPI-CPI സ്ഥാനാർത്ഥികൾ നേരിട്ട് മത്സരിക്കാൻ തീരുമാനിച്ച വാർഡിൽ CPI ലോക്കൽ സെക്രട്ടറി CH ദിനേശൻ പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചു. മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്ത് കൂട്ടാലുങ്ങൽ വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയടക്കം UDFിൽ നിന്ന് 9 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരെന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് 7 പേരും ലീഗിൽ നിന്ന് 2 പേരുമാണ് പത്രിക നൽകിയത്. കണ്ണൂർ കോർപ്പറേഷനിൽ 3ഇടത്താണ് UDFിന് റിബൽ സ്ഥാനാർത്ഥികൾ. കോർപ്പറേഷൻ മേയർ ആകാൻ സാധ്യതയുള്ള നിലവിലെ ഡെപ്യൂട്ടി മേയർ P ഇന്ദിര മത്സരിക്കുന്ന പയ്യാമ്പലത്ത് മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു മത്സര രംഗത്തുണ്ട്. ആദ്യകടലായിൽ റിജുൽ മാക്കുറ്റിക്കെതിരെ ലീഗ് വിമതനും രംഗത്തുണ്ട്. വാരം ഡിവിഷനിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ ലീഗ് ശാഖാ അംഗമാണ് മത്സര രംഗത്തുള്ളത്. പയ്യന്നൂർ നഗരസഭയിലെ 36ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി വൈശാഖ് മത്സര രംഗത്തുണ്ട്. കാസർകോട് മുനിസിപ്പാലിറ്റിയിൽ ലീഗിന് 5 വിമതരാണുള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ LDF ഭരണസമിതിയിലെ നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സരസ്വതി മധുരം കൈ ഡിവിഷനിൽ BJP പിന്തുണയോടെ മത്സരിക്കും. നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിൽ ലീഗിന് 2 വിമതരുണ്ട്. സമ്മർദ്ദ തന്ത്രത്തിൽ വഴങ്ങി ആരൊക്കെ പത്രികകൾ പിൻവലിക്കും? അന്തിമ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. വിവിധ ബ്യൂറോകൾക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.